ഞാനേ ഇന്നലെ മറ്റേ റയൽ മാഡ്രിഡ് ഒസാസുനേറ്റ് തോറ്റല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസൊക്കെ റയൽ മാഡ്രിഡാണ് ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് വേണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. കാരണം ഇന്ന് രാത്രി അത് പോകാനുള്ളതാണ്, അതായത് മീൻസ് ഇന്നലെ രാത്രി പോകാനുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു, ബാഴ്സലോണ ചിലപ്പോൾ തോൽക്കും, തോറ്റാൽ നിന്നെ ഇവിടെ തന്നെ കാണട്ടോ, ബാഴ്സലോണ ജയിച്ചിട്ട് നീ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ എന്നോട് കുറേ പേര് പറഞ്ഞു. എന്താ പറ്റി പറയാനുള്ളത്? ബാഴ്സ 3-0 എന്നുള്ള സ്കോറിന് ലെവാൻ്റെക്കെതിരെ വിജയിച്ചു. ആസ് യൂഷ്വൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണത്. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ബാഴ്സലോണക്ക് ഒരു ടേബിൾ ടോപ്പർ ആവാൻ വീണ്ടും ഒരു ചാൻസ് കിട്ടി. അവരൊരു പ്രാവശ്യം വഴുതിപ്പോയി, ഒരു പ്രാവശ്യം വീണ്ടും ചാൻസ് കിട്ടി, അവരത് റീഗെയിൻ ചെയ്തു. ലെവാൻ്റെ പോലത്തെ ഒരു ടീമിനെതിരെ ക്യാമ്പ് നൗവിൽ പരാജയപ്പെടും ബാഴ്സലോണ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രയും വലിയ മണ്ടത്തരം ബാഴ്സലോണ കാണിക്കും. ബാഴ്സലോണ 3-0 എന്നുള്ള സ്കോറിന് വിജയിച്ചു. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡ്ഫീൽഡേഴ്സ് എല്ലാവരും ഒരു ഗോൾ സ്കോർ ചെയ്ത ഒരു കാഴ്ചയാണ്. മാർക്ക് ബേർണൽ, 18 വയസ്സുള്ള മാർക്ക് ബേർണൽ, പിന്നെ അതുപോലെ തന്നെ ഫ്രങ്കി ഡിയോങ്, ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ബാങ്കർ ഗോളായിരുന്നു, അത് കിടിലൻ ഗോളായിരുന്നു. ആവോ കൺസാലോടെ ഒരു മാസ്റ്റർ ക്ലാസ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ പറ്റിയ അദ്ദേഹം വന്നതിന് ശേഷം ഒരു കിടിലൻ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ടീമിന് കാണാൻ പറ്റി. ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം എന്തായാലും വീണ്ടും ടേബിൾ ടോപ്പറായിട്ടുണ്ട്. റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഇപ്പോൾ ഒരു പോയിൻ്റ് വ്യത്യാസമുണ്ട്. സോ ഇനി ആര് ജയിക്കും, ഇനി ആര് ടേബിൾ ടോപ്പറാവും, ആ ഒരു ചേഞ്ച് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണ തോൽക്കുമോ, റയൽ മാഡ്രിഡ് വിജയിക്കുമോ, റയൽ മാഡ്രിഡ് ബാക്ക് ടു ടോപ്പ് ഓഫ് ദ ടേബിൾ ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സോ ഇനി നമുക്ക് അടുത്ത ടേബിൾ ടോപ്പ് പോരാട്ടം നോക്കാം, എന്തായാലും ആരായിരിക്കും ഇനി കയറുക എന്നുള്ളത്.